ഗൈസ്, വെൽക്കം ബാക്ക് ടു റിച്ചീസ് യൂട്യൂബ് ചാനൽ. രാവിലെ ഇപ്പോൾ എണീറ്റ് പല്ല് തേച്ച് ഫ്രഷായി. അതുകൊണ്ടാണ് ഈ ഒരു കോലം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഡാഡി മരിച്ചിട്ട് 1 വർഷം ആയ എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ഡാഡി മരിച്ചതിൻ്റെ ഡേറ്റ് മിനിഞ്ഞാന്നായിരുന്നു, 27th. അന്ന് നമുക്ക് പ്രെയറോ കുർബാനയോ അങ്ങനെയൊന്നും പള്ളിയിൽ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നോയമ്പ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. സോ അങ്ങനെ അലൗഡ് അല്ലായിരുന്നു. സോ അതിൻ്റെ കുർബാനയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇന്നാണ് ചെയ്യുന്നത്, 29th. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിൻ്റെ വീഡിയോ എടുക്കണം എന്ന ആഗ്രഹം ഉണ്ട്. സോ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കത്തില്ല, കാരണം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. മമ്മിയും ഞാനും മാത്രമേ ഉള്ളൂ. സോ ഓരോ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടതുകൊണ്ട് എനിക്ക് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ബട്ട് എന്നാലും എൻ്റെ മാക്സിമം എടുക്കണം എന്നാണ് ആഗ്രഹം. അതല്ലാണ്ട് വീഡിയോഗ്രാഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവരെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് എടുക്കുന്ന വീഡിയോ ആയിരിക്കും. പക്ഷെ ഞാൻ എനിക്ക് വേണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ എടുക്കാൻ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അത് എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇപ്പോൾ രാവിലെ 6:30 ആവാറായി. മമ്മി ഓൾറെഡി പള്ളിയിൽ പോയി. അപ്പം ഞാനും പ്രാണും റിയൊക്കെ റെഡി ആവണം. വേറെ അങ്കിളും ഞങ്ങളുടെ കസിൻ അങ്കിളും ആൻറ്റിയും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഞങ്ങൾ അവരുടെ കൂടെ പോകാനാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ ബ്രദറിന് വരാൻ പറ്റിയില്ല. അവർ വരാൻ വേണ്ടി കുറേ ട്രൈ ചെയ്തു, പക്ഷെ നടന്നില്ല. കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അതൊന്നും അങ്ങോട്ട് ടൈമായപ്പോഴത്തേനൊന്നും ആയിട്ടില്ല. സോ അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ്, പ്രത്യേകിച്ച് എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. സോ ദാറ്റ് ഹീ ക്യാൻ സീ ഇറ്റ് ഫ്രം മൈ ചാനൽ. പിന്നെ ഞാൻ കുറേ നാൾ കഴിഞ്ഞ് എനിക്കും കാണണമെന്ന് തോന്നുമ്പോൾ എനിക്കും എടുത്ത് കാണാം. ഓക്കെ, സോ ഇതൊക്കെയാണ് പ്ലാനും കാര്യങ്ങളും. ആസ് ഐ സെഡ്, എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കാം. മമ്മിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റില്ല, കാരണം മമ്മിയുടെ കാല് ഓൾറെഡി നീരും ഒക്കെ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ മമ്മി പള്ളിയിൽ തന്നെയായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ഒബ്വിയസ്ലി എനിക്ക് പോയേ പറ്റുള്ളൂ. സോ അതെങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും എന്ന് എനിക്ക്, പക്ഷേ എടുക്കും, മാക്സിമം എടുക്കാൻ ശ്രമിക്കും. ഓക്കെ, പിന്നെന്താ ഗൈസ്. ഓക്കെ, ഇനി ഒരുങ്ങണം, ഡ്രസ്സൊക്കെ മാറി പോകണം. പ്രാണൊക്കെ എണീറ്റിങ്ങനെ വരുന്നേ ഉള്ളൂ. കുഞ്ഞുറങ്ങാണ്. പ്രാണ 1 മിനിറ്റ് ഇങ്ങോട്ട് നോക്കി. യെസ്, അവനെ എണീറ്റേ ഉള്ളൂ. എടാ, എൻ്റെ ഇതിൽ ചാർജില്ല, ഇത് കുത്തിവെക്കും. അത് താഴെ കൊണ്ടേ കുത്തി വെച്ചോ. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊന്ന് റെഡി ആവട്ടെ കേട്ടോ. ഇത് നമുക്ക് കാണാവേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. പ്രാൺ റെഡിയായി. പാച്ച് വർക്കാണ്. അങ്കിളും ആൻറ്റി ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവരോടാണ് പോകുന്നത്. ഓക്കെ, അപ്പം മമ്മി വിളിച്ചു ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഹറിബറിയിലാണ് പോകുന്നത്. അപ്പോൾ പള്ളിയിലെത്തിയിട്ട് കാണാം ഗൈസ്. നമ്മൾ പള്ളിയിലെത്തി. പ്രെയർ ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം അതിന് മുന്നേ ഞാൻ എല്ലാവരും ഒരുപാട് ഗ്യാദർ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് ഓമല്ലൂർ സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളി. ഇവിടെയാണ് ഡാഡി ഉള്ളതും ഫ്യൂണറൽ നടത്തിയതൊക്കെ ഇവിടെയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഫ്രണ്ടിൽ നമ്മളൊരു അടിപൊളി ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഫ്ലെക്സ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കല്ലറയിൽ നമ്മൾ ഒരു ബൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട് പ്രെയറിന് വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഒരു വലിയ കൊടിമരമാണ്. പള്ളിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഡാഡി കൊടുത്തതാണ് ഈ ഒരു കൊടിമരം. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഡാഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. പള്ളിക്ക് വേണ്ടി മാത്രമല്ല, ഡാഡി ഞങ്ങളെ വിട്ടുപോയതിന് ശേഷമാണ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് അറിഞ്ഞത്. ലൈക്ക് ഓർഫനേജിലൊക്കെ ഡാഡി ഇടയ്ക്ക് പോയി പൈസയൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എൻ്റെ ഡാഡി. ഐ എം വെരി പ്രൗഡ് ടു സേ ദാറ്റ്. നീവയുള്ള
സോ ഗൈസ് ഇതാണ് പള്ളിയുടെ ഹാളാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത്. വെജായിരുന്നു. നോയമ്പ് സമയമായതുകൊണ്ട് നമ്മൾ വെജേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പ്രെയറിൻ്റെ ഇടയിൽ വന്ന് നോക്കുന്നുണ്ടായിരുന്നു, എല്ലാം നല്ല കറക്റ്റായിട്ടാണോ പെർഫെക്റ്റായിട്ടാണോ ചെയ്യുന്നതെന്നൊക്കെ ഇൻ ബിറ്റ്വീൻ വന്ന് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പള്ളിയിലെ അച്ഛന്മാർക്ക് സെപ്പറേറ്റായിട്ട് അവരുടെ ഡൈനിങ് ഹാളിലാണ് നമ്മൾ ഫുഡ് കൊണ്ടുവെക്കേണ്ടത്. സോ അതൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വേണം നമ്മൾ ഓരോ ബൗൾസിൽ ചെറിയ ചെറിയ നല്ല ഗ്ലാസ് ബൗൾസൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് വന്ന് അവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റായിട്ട് നമ്മളെല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ ബിറ്റ്വീൻ ഓടി വന്ന് എല്ലാം ഒന്ന് ഓടിച്ചിട്ടൊന്ന് നോക്കുന്നത്. അപ്പം നമുക്ക് അച്ഛന്മാർക്കുള്ള സ്നാക്സാണ് ഇത്. ലൈക്ക് ബദാം, കാഷ്യൂ നട്ട്സ്, ഡേറ്റ്സ്, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ്, ഇതെല്ലാം ചെറിയ ചെറിയ നല്ല ബൗൾസിൽ നമ്മൾ നല്ല പെർഫെക്റ്റായിട്ട് വെച്ച് അറേഞ്ച് ചെയ്യണം. ഞാൻ കാണിച്ചു തരാം കേട്ടോ അവരുടെ ഡൈനിങ്ങിൽ എങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെല്ലാം അവർ വെച്ചിട്ട് അറ്റ് ലാസ്റ്റിലാണ് ഞാൻ പിന്നെയും പുറത്തിറങ്ങിയിട്ട് വന്ന് എല്ലാം ഒന്ന് ഓടിച്ചിട്ട് വേഗം ഒന്നുകൂടെ നോക്കിയിരുന്നു. സോ ഇതാണ് അച്ഛന്മാരെല്ലാവരും, തിരുമേനിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഈ ഒരു അവരുടെ ഡൈനിങ് റൂമിലാണ് നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച്, നന്നായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വിശുദ്ധങ്ങളുടെ മേലും നൽകുന്നവരുടെ മേലും പരിശ്രമിച്ച സംബന്ധിച്ചിട്ടുള്ളവരും മനുഷ്യമുള്ളവരും കർത്താവിന്റെ ജയമുള്ള ശ്രീമായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധമാമോദീസാണ് ഈ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും, നിങ്ങളുടെ വിശ്വാസികളായ വാങ്ങിപ്പോരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. നിങ്ങൾ ബലഹീനരാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും കൃപയും പ്രായപ്പാനിടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് സമാധാനത്താലേ പോയി എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. പള്ളിയിലെ പ്രെയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഡാഡിയുടെ കല്ലറയുടെ അവിടെ വന്നിട്ട് അവിടെയും നമ്മൾ പ്രെയറും ധൂപം വെക്കുന്നൊക്കെ ഉണ്ടായിരുന്നേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തപാനം ചെയ്യുന്നവനും നാളും ജീവിക്കും. ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് അരുളി ചെയ്തവനായ ദൈവമേ, സ്വർഗീയമായ ആനന്ദത്തിനും സൗഭാഗ്യത്തിനവരെ നീ കാത്തുകൊള്ളണമേ. ഒരു തെറ്റുകളെ ക്ഷമിക്കണമേ. ഒരു വേർപാടിൽ ദുഃഖിതരായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. നമ്മുടെ എല്ലാ വാങ്ങിപ്പോയവരെയും സ്വർഗ്ഗകുരിശിലേക്ക് ശ്രമിപ്പിക്കണമേ. നിങ്ങൾ ഓരോരും നിന്നെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധമായി ചെയ്തതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ജീവൻ നൽകുന്നു. സോ ഗൈസ്, നമ്മുടെ പ്രെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പള്ളിയിലെ പ്രെയർ കഴിഞ്ഞു, അതുപോലെ കല്ലറയിൽ വന്ന പ്രെയറും ധൂപം വെക്കലും ഒക്കെ കഴിഞ്ഞു. ഇനി എല്ലാവരും ഹോളിനകത്തോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പം മമ്മി എല്ലാവരുടെ അടുത്തും പോയി സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിതിൽ കുറച്ച് പേരെ മാത്രമേ അറിയത്തുള്ളൂ. ഇതിൽ നമ്മുടെ റിലേറ്റീവ്സും വളരെ ക്ലോസ്ഡ് ഫ്രണ്ട്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ കുറേ റിലേറ്റീവ്സ് ഉണ്ട്. ഡാഡിയുടെ സൈഡിൽ നിന്നാവട്ടെ മമ്മിയുടെ സൈഡിൽ നിന്നാവട്ടെ കുറച്ച് പേരൊന്നും വന്നിട്ടില്ലായിരുന്നു. എന്നാലും ഓൾമോസ്റ്റ് ഒരു 200 കൂടുതലും ആൾക്കാരുണ്ടായിരുന്നു. ഒരു 215 ആൾക്കാർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും ഫുഡ് കഴിച്ചു. സോ ഗൈസ്, കുർബാനയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു.
ഫ്ലെക്സിൻ്റെ അവിടെ ഇരുന്ന ഫ്ലവറാണ് നമ്മളിവിടെ കൊണ്ടുവച്ചത്. ഇത് പിന്നെ ഒരു സെപ്പറേറ്റ് ബൊക്ക നമ്മൾ വെച്ചതാണ്. സോ യെസ്, അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു ഗൈസ്. ഡാഡി ഞങ്ങളെല്ലാവരെയും വിട്ടിട്ട് 1 ഇയർ കഴിഞ്ഞു ഗൈസ്. പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മമ്മി വണ്ടിയിൽ വരും. ആ അല്ല, നമ്മുടെ വണ്ടിയിൽ. സോസി മാംസ് അത് രാഹുല്, അവൻ ആ വണ്ടിയിൽ നിന്ന് തിരിഞ്ഞ് അപ്പുറത്തോട്ട് വരും. ഓക്കെ ഗൈസ്, അപ്പം എല്ലാം കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ വീട്ടിൽ പോവാണ്. എനിക്ക് പറ്റുന്ന പോലത്തെ രീതിയിലൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തത്. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു സെക്കൻഡ് ഗൈസ്, ഞാൻ ഒരു ബിഗ് ഷൗട്ട് ഔട്ട് ചെയ്യാൻ പോവാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ലവ് യു.